Welcome to a new lesson, Living World. Topics to be covered in this lesson are Introduction, Characteristics of Life, Diversity in Life, Binomial Nomenclature, Need of Nomenclature, Classification, Taxonomy, Taxonomic categories. ഇതിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ഇവയെക്കുറിച്ച് പഠിക്കാം. പിന്നെ അവസാനമായി ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസിനെ കുറിച്ചാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് വെറൈറ്റി ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് സ്ഥിരമായി നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കാത്ത പല ഓർഗാനിസംസിനെയും നമുക്ക് സൂവിൽ കാണാം, വൈൽഡ് ലൈഫ് സെഞ്ച്വറീസിൽ കാണാം. ഇവയെല്ലാം ഇവയുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നോക്കാം. എല്ലാ ജീവജാലങ്ങളുടെയും ക്ലാസിഫിക്കേഷനിലൂടെ ഓരോരോ ജീവികളെയും കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. There are so many different varieties of life that exist on this earth. So, ഓരോ ലിവിങ് ഓർഗാനിസംസിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ആൻഡ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. സോ ഇൻ ദിസ് we are going to see how can we classify living organisms in a systematic way and study about their characteristics. So let's see what is life, what is living and what is non-living. നമ്മൾ എങ്ങനെയാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിനെയും നോൺ ലിവിങ് ഓർഗാനിസത്തിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്ന് നോക്കാം. നോൺ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഫാൻ, ബോൾ, എ ഗിറ്റാർ, എ ചെയർ ഇങ്ങനെ പലതുമാവാം. ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ച് ചിന്തിച്ചാലോ ആൻഡ്, എലിഫൻറ്റ്, ട്രീ, ഹ്യൂമൻ ബീയിങ്സ്, ബേർഡ്സ് ഇങ്ങനെ പല ജീവികളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. So, to distinguish between living and non-living, we have to first talk about biodiversity. എന്താണ് biodiversity? Bio means life and diversity means variety. So, it is the variety of life forms existing on earth. നമുക്ക് ക്യാറ്റ്, ഡോഗ്, ലയൺ, പ്ലാന്റ്സ് അങ്ങനെ ഒരുപാട് ലിവിങ് ഓർഗാനിസത്തിനെ കാണാം. അതുപോലെ ബാക്ടീരിയ, വൈറസസ്, ഫംഗായി ഇവയും ഭൂമിയിലുണ്ട്. എന്താണ് ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും ഒക്കെ ആവശ്യകത? അവ നമുക്ക് പല രോഗങ്ങളും പരത്തുന്നവയാണ്. Then what is the significance of biodiversity? Biodiversity maintains the ecological balance on earth. ഈ പ്ലാന്റ്സിനെ നോക്കൂ. ഗോട്ട് ഈ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്നു. വോൾഫ് ഗോട്ടിനെ ഭക്ഷിക്കുന്നു. വോൾഫിനെ ലയൺ ഭക്ഷിക്കുന്നു. ഇതുപോലെ നമുക്ക് മറ്റൊരു ഫുഡ് ചെയിനും ഉണ്ടാക്കാം. ഈ ഒരു എക്കോളജിക്കൽ ബാലൻസ് നിലനിന്ന് പോകുന്നത് ഈ ബയോഡൈവേഴ്സിറ്റി കൊണ്ടാണ്. അതുപോലെ ഡീകമ്പോസേഴ്സ് ലൈക്ക് ബാക്ടീരിയ അവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ സകല ജീവികളുടെയും ഡെഡ് ബോഡി
ഈ എർത്ത് മുഴുവൻ അടിഞ്ഞുകൂടി കിടക്കില്ലേ? സോ ഈ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ബയോഡൈവേഴ്സിറ്റി നിലനിർത്തൽ വളരെ അത്യാവശ്യമാണ്. Preventing species extinction is one way to preserve biodiversity. More variety of life forms earthil ഉണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ബെറ്റർ ആവും. സ്പീഷീസ് എക്സ്റ്റിൻഷൻ എന്നാൽ വംശനാശമാണ്. മുൻകാലത്ത് ജീവിച്ചിരുന്ന ഡൈനോസേഴ്സ് എല്ലാം വംശനാശം സംഭവിച്ചു പോയ ലൈഫ് ഫോംസ് ആണ്. സോ ഹണ്ടിങ്ങിലൂടെയും മറ്റും ജീവികളെ കൊന്നൊടുക്കുന്നത് നിർത്തുകയും അവയുടെ വംശനാശം സംഭവിക്കുന്നത് തടയുകയും ചെയ്യണം. ഒരു സ്പീഷീസ് ക്രമാതീതമായി കുറഞ്ഞാൽ അവയെ എൻഡേഞ്ചർ സ്പീഷീസ് എന്ന് വിളിക്കുന്നു. ഇത് ബയോഡൈവേഴ്സിറ്റിയെ മൊത്തം തകിടം മറിക്കുന്നു.